ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയ്ക്ക് പല കാരണങ്ങളുമുണ്ട്. പുരുഷ കേന്ദ്രീകൃത കാരണങ്ങളും സ്ത്രീ കേന്ദ്രീകൃത കാരണങ്ങളുമായിട്ട് അതിനെ തരംതിരിക്കാം. പുരുഷ കേന്ദ്രീകൃതമായിട്ട് പറയുകയാണെങ്കിൽ ബീജത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ അസസ് ചെയ്യുകയും അതിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമായിരിക്കാം ഒരു പുരുഷ കേന്ദ്രീകൃത കാരണങ്ങൾ പൊതുവെ കണ്ടെത്താറ്. പിന്നെ തീരെ ബീജമില്ലായ്മ, അതായത് സീറോ കൗണ്ട് അസൂസ്പെർമിയയും നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആണ്. ഒരു ഗുഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇതിനെല്ലാം ഇന്നത്തെ ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളിലൂടെ എല്ലാം നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഈവൻ കൗണ്ട് വളരെ കുറവ് അല്ലെങ്കിൽ സീറോ കൗണ്ടായിട്ടുള്ള ആൾക്കാർക്ക് പോലും വൃഷ്ണങ്ങളിൽ നിന്ന് കീറിയെടുക്കുന്ന വളരെ 1-2 ബീജങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് പ്രഗ്നൻസി സാധ്യമാവും. അതിന് നല്ല റിസൾട്ടുമാണ് ഇന്നത്തെ കാലത്ത്. രണ്ടാമത് സ്ത്രീ കേന്ദ്രീകൃത കാരണങ്ങളായിട്ട് നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഓവുലേഷൻ പ്രോബ്ലംസ് ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് PCOD. വളരെ ഒരു 30% കുട്ടികളിൽ ഒരു അഡോളസെൻ്റ് ഏജ് മുതൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് PCOD. പിന്നെ എൻഡോമെട്രിയോസിസ്, ഗർഭപാത്ര സംബന്ധമായിട്ടുള്ള മുഴകൾ, പിന്നെ എന്തെങ്കിലും ജെനറ്റിക് പ്രോബ്ലംസ്, ഇതെല്ലാം ട്യൂബൽ ഇഷ്യൂസ്, അനാട്ടമിക്കൽ ഡിസ്മോർഫേഷൻ ഓഫ് യൂട്രസ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയ്ക്ക് കാരണമാവാറുണ്ട്. ഇതിൻ്റെ വന്ധ്യതാ ചികിത്സയുടെ ഒരു പ്രധാന പാർട്ട് തന്നെ എന്ത് കാരണം കൊണ്ടാണ് പ്രഗ്നൻസി ആവാത്തത് എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഫെർട്ടിലിറ്റി ഇവാലുവേഷൻ എന്ന് പറയും. അതാണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലെ ഒരു പ്രധാന ഘടകം. ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും കമ്പാരിറ്റീവ്ലി നമുക്ക് സിമ്പിളറാണ്. കാരണം ഇന്ന് ട്രീറ്റ്മെൻറ്റായിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റായിട്ടുള്ള IVF അല്ലെങ്കിൽ ICSI പോലത്തെ ചികിത്സാ രീതികളാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ. പല അസുഖങ്ങൾക്കും നല്ല ഫലപ്രാപ്തിയോടെ ഇതിലൂടെ നല്ല ഒരു റിസൾട്ട് കിട്ടാറുണ്ട്. IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് IVF എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബീജവും അണ്ഡവും സംയോജിക്കുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു ബീജവും അണ്ഡവും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സംയോജിക്കുന്നത് ഫലോപ്പിയൻ ട്യൂബ് എന്നുള്ള ഒരു സ്ട്രക്ചറിൽ വെച്ചാണ്. ഗർഭപാത്രത്തിൻ്റെ 2 സൈഡുകളിലായിട്ട് കാണുന്ന ഒരു ട്യൂബൽ സ്ട്രക്ചറാണ് ഫലോപ്പിയൻ ട്യൂബ്. ഇതിൽ വെച്ചാണ് നോർമലി ഒരു അണ്ഡവും ബീജവും സംയോജിച്ച് ഭ്രൂണമായിട്ട് മാറുന്നത്. അതിന് പകരം ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത അണ്ഡത്തെയും ബീജത്തെയും ഒരു ലാബിൽ വെച്ച് സംയോജിപ്പിക്കുന്നതിനെയാണ് IVF എന്ന് പറയുന്നത്. ഇൻ വിട്രോ എന്ന് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന് പുറത്ത്. രണ്ടാമത് അതിലെ ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റാണ് ICSI എന്ന് പറയുന്നത്, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ. ഒരു നല്ല ബീജത്തിനെ സെലക്ട് ചെയ്ത് അതിനെ അണ്ഡത്തിലേക്ക് കടത്തിവിട്ട് അതിനെ ഭ്രൂണമായി ലാബിൽ വെച്ച് വളർത്തിയെടുക്കുന്ന ചികിത്സാ രീതിയാണ് ICSI അഥവാ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പെർം ഇഞ്ചക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു നല്ലൊരു ശതമാനം IVF എന്ന് പറയുന്നുണ്ടെങ്കിൽ ICSI ആണ് നമ്മൾ അവലംബിക്കുന്ന ചികിത്സാ രീതി. ഇത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു കണ്ടെത്തൽ തന്നെയാണ്. ഏകദേശം 10 മില്യണിൽ കൂടുതൽ കുട്ടികൾ ഇന്ന് ലോകത്ത് ജനിച്ചു കഴിഞ്ഞു. വരും വർഷങ്ങളിൽ ഇതിൻ്റെ നമ്പർ കൂടിയാണ് വരാൻ സാധ്യത. ഈ ചികിത്സാ രീതികളിലൂടെ തുടക്കത്തിലെല്ലാം IVF ചികിത്സാ രീതി അവലംബിച്ചിരുന്നത് ട്യൂബിന് സംഭവിക്കുന്ന അസുഖങ്ങൾ, ഗർഭപാത്രത്തിൻ്റെ ഫലോപ്പിയൻ ട്യൂബിന് സംഭവിക്കുന്ന അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് ആദ്യം ഒക്കെ അവലംബിച്ചിരുന്നത്. പക്ഷേ ഇന്ന് പല അസുഖങ്ങൾക്കുമുള്ള ഒരു സിംഗിൾ ചികിത്സാ രീതി തന്നെയാണ് IVF. ഉദാഹരണത്തിന് വളരെ ബീജം കൗണ്ട് കുറവ് അല്ലെങ്കിൽ സീറോ കൗണ്ട് പോലത്തെ അസുഖങ്ങളിൽ നമുക്ക് കുത്തിയെടുത്ത ബീജങ്ങളോ ഒക്കെ വെച്ചിട്ട് IVF അല്ലെങ്കിൽ ICSI ചികിത്സാ രീതിയിലൂടെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പിന്നെ എൻഡോമെട്രോസിസ് പോലെ അണ്ഡാശയങ്ങളിൽ വരുന്ന സിസ്റ്റ് പോലത്തെ അസുഖങ്ങൾക്ക് പലപ്പോഴും ഒരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റായിട്ട് പോലും IVF മാറി വരാറുണ്ട്. മൂന്നാമതായി ഫാമിലികളിലൊക്കെ ചില ജനിതക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ഒരു ജനിതക അസുഖമുള്ള കുട്ടി ആ ഫാമിലിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ IVFലൂടെ ഭ്രൂണങ്ങളെല്ലാം തിരിച്ച് ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നതിന് മുമ്പ് PGT പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ടെസ്റ്റിങ്ങിലൂടെ തീർത്തും ജനിതകപരമായി നോർമലായിട്ടുള്ള പ്രഗ്നൻസി കിട്ടാനും ഒക്കെയുള്ള അവസരങ്ങൾ IVFലൂടെ നമുക്കിന്ന് സാധ്യമാണ്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രഗ്നൻസി ഡിലേ ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അഡ്വാൻസ്ഡ് മാറ്റേണൽ ഏജ് പ്രഗ്നൻസി പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് ഫസ്റ്റ് പ്രഗ്നൻസി പലരും പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ പ്രഗ്നൻസി വൈകിപ്പിക്കുന്നത് കാരണം പ്രഗ്നൻസി ആവാനുള്ള സാധ്യത കുറയാറൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ അല്ലെങ്കിൽ സോഷ്യൽ എഗ് ഫ്രീസിങ്ങും IVF കൊണ്ട് നമുക്ക് സാധ്യമാവുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. 40 വയസ്സിനൊക്കെ ശേഷം പ്രഗ്നൻസി സാധ്യമാവണമെങ്കിൽ നേരത്തെ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുടെ സ്ത്രീകളുടെ എഗ്ഗ് 35 വയസ്സിന് മുമ്പേ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കരിയറെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രഗ്നൻസി പ്ലാൻ ചെയ്യാവുന്നതുമാണ്. ഇതെല്ലാം ഒരു IVF-ൻ്റെ ഒരു ആഡഡ് അഡ്വാൻറ്റേജസ് ആണ്. ഇന്ന് നല്ലൊരു റിസൾട്ടും നമുക്ക് IVF-ൻ്റെ ചികിത്സയിലൂടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്.